വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ജ്യൂസാണ് മത്തങ്ങ ജ്യൂസ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും കക്കൂത്ത് സോഫിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ജ്യൂസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിന് ഞാൻ ഒരു കഷ്ണം മത്തങ്ങ എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ. ഇനി ഇത് തൊലി കളഞ്ഞ് കഴുകിയെടുക്കണം. ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. ഇത് നമ്മൾ സാധാരണ കറി വെക്കുന്ന മത്തങ്ങ തന്നെയാണ്. ഒരു 2.5 കപ്പ് പാല് തിളപ്പിച്ച് ആർച്ചതിന് ശേഷം ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്തിരിക്കുന്നത്. ഒരു 7 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കണം. ഒരു 2 ടേബിൾ സ്പൂൺ കസ്കസ്, കുറച്ച് നട്ട്സോ ബദാമോ എടുക്കാം. ഇത് ഗാർണിഷിന് വേണ്ടിയാണ്. ഇത് 5 ഏലക്കായുടെ കുരു മാത്രം എടുത്തത്. കുറച്ച് വെള്ളം. മത്തങ്ങ കഴുകി തൊലി ചെത്തി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ കസ്കസ് കുറച്ച് വെള്ളം ഒഴിച്ച് കുതിരാനും വെച്ചിട്ടുണ്ട്. ഇനി ഈ മത്തങ്ങ ഒന്ന് വേവിച്ചെടുക്കണം. അതിന് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കാം. ഇതിൻ്റെ അകത്ത് ഒത്തിരി വെള്ളം വേണ്ട, മത്തങ്ങയ്ക്ക് ഒത്തിരി വേവൊന്നുമില്ല. നമുക്ക് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നമുക്കിത് വെന്തോന്ന് നോക്കാം. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പം ചൂടായതുകൊണ്ട് നോക്കാൻ പറ്റിയല്ലോ. കണ്ടോ, നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വരുന്ന വിധത്തിൽ വെന്തിട്ടുണ്ട്. ഇനി ഇത് തീ ഓഫ് ചെയ്ത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. മത്തങ്ങ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടിച്ചെടുക്കണം. അതിനൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇതിൽ അല്പം വെള്ളമുണ്ട്, അതും കൂടെ ഇതിൻ്റെ അകത്തോട്ട് ചേർക്കണം. ഇതിലേക്ക് പഞ്ചസാര മധുരത്തിന് ആവശ്യത്തിന് ചേർത്താൽ മതി. ഞാൻ 7 സ്പൂൺ എടുത്തതിൽ 1 സ്പൂൺ കുറച്ചാണ് ഇപ്പം ചേർക്കുന്നത്. നോക്കിയിട്ട് ബാക്കി ചേർക്കുന്നുള്ളൂ. ഏലക്ക. ഇനി കുറച്ച് പാൽ ചേർത്ത് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇപ്പം കുറച്ച് പാൽ ചേർത്തൊന്ന് അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പാലും കൂടെ ചേർക്കാം. എനിക്കിപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നിച്ചടിക്കാൻ പറ്റില്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചേർക്കുന്നത്. കട്ട ആദ്യം അങ്ങോട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പം ആ പാലും കൂടെ ചേർത്ത് അടിച്ചിട്ടുണ്ടല്ലോ. ഇനി എനിക്ക് അല്പം മധുരം കുറവാണ്. ഞാൻ ഈ പഞ്ചസാരയും കൂടെ ചേർക്കുവാണ്. കുറച്ച് പാലും കൂടെ ഇതിൻ്റെ അകത്തോട്ട് ചേർത്തൊന്ന് അടിച്ചെടുക്കുവാണ്. ബാക്കി കുറച്ച് പാല് ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ചേർക്കുന്നില്ല. ഇപ്പോൾ ഇത് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കസ്കസ് കുതിർത്തത് കുറച്ച് ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. മത്തങ്ങ ജ്യൂസ് സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇതിലേക്ക് കുറച്ച് കസ്കസും മുറിച്ച കാഷ്യൂനട്ടും ചേർത്തൊന്ന് ഗാർണിഷ് ചെയ്യാം. ഈ ജ്യൂസുകളൊന്നും കടയിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റിയല്ലോ, നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം. ഈ വേനൽക്കാലത്ത് കുട്ടികൾക്കും വീട്ടിലുള്ളവർക്കും ഒക്കെ ഇതുപോലെ ഹെൽത്തിയായ ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കണം. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.